നഷ്ടപ്പെടുത്തി, ആരാധനയെ നഷ്ടപ്പെടുത്തി, കർത്താവിനെ മാറ്റി നിർത്തി തെക്കുവടക്ക് നടക്കുന്നവരെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. വിശ്വസ്തനായ ശീമോന്റെ പടകിലേക്ക് യേശു കയറിയതുപോലെ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ എന്നും സുഖമായിട്ടായിരിക്കത്തില്ല. പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. ജീവിതത്തിൻ്റെ യാത്രയാണ്, അതിനകത്ത് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാകും. എന്നാൽ അവിടെയൊക്കെ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് എത്രത്തോളം വിശ്വസ്തരാകാൻ പറ്റും. ദൈവം നോക്കുന്നത് ഏൽപ്പിച്ചത് എത്രത്തോളം ഭംഗിയാക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പടകിലേക്കാണ് യേശു കയറിയത്. അവിടെ മുതൽ ഏൽപ്പിച്ചത് വിശ്വസ്തനായതുകൊണ്ട് തന്നെ ദൈവം അടുത്ത നിലയിലേക്ക് തന്നെ നടത്തിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നിരാശപ്പെടാതെ, സ്വന്തം വഴിയെ നടക്കാതെ, കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്ത് അന്ത്യം വരെ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്ത് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ.